വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റ് കഴിഞ്ഞ ആഴ്ച റിലീസായിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങിയ ചിത്രം പ്രേക്ഷകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിലെ രണ്ട് വലിയ താരങ്ങളെ ഒരുമിച്ച് കിട്ടിയിട്ടും ഇത്രയ്ക്കും പ്രീ ഹൈപ്പ് കിട്ടിയിട്ടും ചിത്രം പ്രതീക്ഷിച്ച തലത്തിൽ ഉയർന്നിട്ടില്ല. 120 കോടിയോളമാണ് സിനിമയുടെ ബജറ്റ്. അതിനാൽ തന്നെ ഒരു മഹാവിജയമായാൽ മാത്രമേ സിനിമ ലാഭകരമാകൂ. ഇതാദ്യമായല്ല മലയാളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ബിഗ് ബജറ്റിൽ വരുന്ന ബിഗ് ടിക്കറ്റ് സിനിമകൾ മലയാളത്തിൽ പരാജയപ്പെടുന്നത് ആദ്യമായിട്ടല്ല. കണ്ടന്റ് ഓറിയന്റഡ് ക്വാളിറ്റി സിനിമകൾക്ക് മലയാളത്തിൽ അന്നും ഇന്നും ഒരു പഞ്ഞവുമില്ല. കഴിവുള്ള കലാകാരന്മാരും ടെക്നീഷ്യന്മാരും എല്ലാം ഇവിടെ ഒരുപാടുണ്ട് താനും. മൊത്തത്തിൽ മലയാളം ഇൻഡസ്ട്രിയെ ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണിത്. വാഴ 2 ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ്. മിനിമം ഇൻപുട്ടിൽ മാക്സിമം കളക്ട് ചെയ്ത് ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുന്നു വാഴ 2. ചെറിയ സിനിമകളും മറ്റും അപ്രതീക്ഷിതമായ രീതിയിൽ അഭിപ്രായം നേടുകയും വലിയ വിജയം നേടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയ ഒരു ഇൻഡസ്ട്രിയായി മലയാളം സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. കണ്ടന്റ് ആണ് കിങ് എന്ന് പറയുന്ന തരത്തിൽ സിനിമകളുടെ ക്വാളിറ്റി ഇന്ത്യ മൊത്തം പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മലയാള സിനിമയ്ക്ക് ആകെ പിഴയ്ക്കുന്നത് വലിയ ബജറ്റിൽ വലിയ പ്രതീക്ഷയുമായി ഇറങ്ങുന്ന ബിഗ് ടിക്കറ്റ് സൂപ്പർ താര ചിത്രങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ എമ്പുരാൻ, ബറോസ് തുടങ്ങിയവ ആ ഗണത്തിൽപ്പെടുന്ന ചിത്രങ്ങളായിരുന്നു. അതിനു മുൻപത്തെ വർഷം മലൈക്കോട്ടൈ വാലിബൻ. പക്ഷെ ഇവയൊന്നും പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നില്ല. എമ്പുരാൻ 250 കോടിയോളം കളക്ട് ചെയ്തിരുന്നെങ്കിലും ചിത്രത്തിന്റെ ബജറ്റും ഹൈപ്പും അർഹിക്കുന്ന രീതിയിൽ ചിത്രം കളക്ട് ചെയ്തില്ല. പ്രേക്ഷകർക്കും ചിത്രം ഒരു നിരാശയായിരുന്നു സമ്മാനിച്ചത്. തൊട്ട് മുൻപത്തെ മാസം ബറോസുമായി വന്ന ലാലേട്ടൻ പ്രേക്ഷകരുടെ ക്ഷമ കെടുത്തിയിരുന്നു. അതിനു മുമ്പ് മലൈക്കോട്ടൈ വാലിബൻ ഒരു ലിജോ സ്റ്റൈൽ ചിത്രമായിരുന്നെങ്കിലും ഒരു മാസ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട് ഇറങ്ങിയ ചിത്രമായിരുന്നു വാലിബൻ. അതിനാൽ മാസുമായില്ല, ക്ലാസുമായില്ല എന്ന അവസ്ഥ ഈ ചിത്രത്തിന് വന്നു. ഈ ചിത്രം വലിയ വിമർശനം നേരിടുകയും വൻ പരാജയമാവുകയും ചെയ്തു. രണ്ടാം ഭാഗത്തിലേക്കുള്ള ലീഡ് ഇട്ടുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷേ രണ്ടാം ഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണാനില്ല. ഇതേ അവസ്ഥയാണ് എമ്പുരാനും. 3 ഭാഗമായിട്ടായിരിക്കും ചിത്രമെന്നും എന്നാൽ മാത്രമേ ചിത്രത്തിന്റെ കഥ പറഞ്ഞു തീരുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഒന്നും 3ാം ഭാഗത്തിന് വലിയ താല്പര്യം കാണിക്കാത്ത സ്ഥിതിയാണ്. സിനിമ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ കാരണവും പൃഥ്വിരാജ് 3ാം ഭാഗത്തിന് വേണ്ടി ഒരുമ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സിനിമയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മുഴുവൻ പൃഥ്വിരാജ് ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ട അവസ്ഥ വന്നിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇത്തരത്തിൽ ബിഗ് ബജറ്റ് സിനിമകൾ ഒരുക്കുമ്പോൾ മലയാളി സംവിധായകർ പലപ്പോഴും തോറ്റുപോകുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളല്ല, മാസ് ആക്ഷൻ ഫ്ലേവർ ഉള്ള സിനിമകളാണ്. മലയാളത്തിൽ ഒരു രാജമൗലിയോ ശങ്കറോ പ്രശാന്ത് നീലോ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണത്. മലയാളത്തിൽ സംഭവിച്ച ബിഗ് ബജറ്റ് സിനിമകളായ മരയ്ക്കാർ, മാമാങ്കം തുടങ്ങിയവ അമ്പേ പരാജയമായിരുന്നു. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ലെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടുത്തെ ബിഗ് ബജറ്റ് സിനിമകൾക്ക് പലപ്പോഴും പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാജയം സംഭവിക്കുന്നതിന്റെ ഒരു കാരണം. വലിയ സിനിമകളാകുമ്പോൾ കുറെ കൂടി വൈഡ് ഓഡിയൻസിനെ ഡിമാൻഡ് ചെയ്യും. അതായത് മലയാളത്തിൽ നിർമ്മിക്കുന്ന ചിത്രമാണെങ്കിലും മിനിമം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സിനിമ വർക്കാകണം എന്ന് ചിന്തിക്കണം. അതിനുള്ള സ്ക്രിപ്റ്റ് വർക്ക് എന്നത് ഏറെ ശ്രമകരമാണ്. കാരണം നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ഒരു പരിധിവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. അതിന് കഥകളിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളോ വല്ലാത്ത ഡയറക്ടേഴ്സ് ബ്രില്യൻസോ ചേർക്കാതിരുന്നാൽ അത്രയും നല്ലത്. അതോടൊപ്പം എവിടെയും നടക്കാൻ സാധ്യതയുള്ള ഒരു കഥ കൂടിയായാൽ വളരെ നല്ലത്. രാജമൗലിയുടെ ബാഹുബലി ഒരു മികച്ച എക്സാമ്പിൾ ആണ്. ലളിതമാണ് കഥ. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം. നല്ലവനായ നായകൻ ചതിക്കപ്പെടുന്നു. അവന് സാധിക്കാതിരുന്ന അവന്റെ പ്രതികാരം അവന്റെ വരും തലമുറ വന്ന് നടത്തുന്നു. ഇത്രയേ ഉള്ളൂ കഥ. ഇത് ലോകത്ത് തന്നെ എവിടെയും വിറ്റുപോകുന്ന കഥയാണ്. ഈ കഥയിൽ നല്ല ഹൈ മൊമെന്റ്സും നല്ല ഡെപ്ത് ഉള്ള ഡ്രാമയും ചേർത്താൽ ഒരു വിജയ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റായി. നമ്മുടെ വലിയ സിനിമകളുടെ സംവിധായകർ പലപ്പോഴും ടെക്നീഷ്യൻസ് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. ഇത്തരം സിനിമകളുടെ കാര്യത്തിൽ അതാണ് ചില വലിയ സിനിമകൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടും ജനങ്ങൾക്ക് വർക്കാകാതെ പോകാനുള്ള ഒന്നാമത്തെ കാരണം. വലിയ പേരുള്ള താരങ്ങളെ കിട്ടിയാൽ അവരുടെ സ്റ്റാർഡം ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ നടത്താൻ മഹേഷ് നാരായണൻ തയ്യാറായില്ല. അതാണ് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നിട്ടും ചിത്രം വേണ്ടത്ര രീതിയിൽ കളക്ട് ചെയ്യാതിരുന്നത്. കൂടാതെ സ്ക്രിപ്റ്റിംഗും വളരെ ഫ്ലാറ്റ് ആയിരുന്നു. ഇതേ സാഹചര്യത്തിൽ നമ്മുടെ സീനിയർ ഡയറക്ടറായ ജോഷി ഒരു വലിയ എക്സാമ്പിൾ തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ ചിത്രം സംവിധാനം ചെയ്തത് ജോഷിയാണ്. ചിത്രത്തിന്റെ പേര് 2020.
ഇത്രയും വലിയ താരനിര അണിനിരന്നിട്ടും താരങ്ങൾക്ക് അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ പ്രാധാന്യമുള്ള വേഷം നൽകുകയും അത് വെച്ച് ഒട്ടും ബോറടിയില്ലാത്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമ പുറത്തിറക്കുകയും ചെയ്തു. സിനിമ അങ്ങനെ ഒരു വൻ വിജയവുമായി മാറിയിരുന്നു. മൾട്ടി സ്റ്റാറുകളെ സിനിമയ്ക്ക് കാസ്റ്റ് ചെയ്യുന്നത് തന്നെ സിനിമയുടെ ബിസിനസ് സാധ്യത ഓർത്തിട്ടാണ്. അങ്ങനെയെങ്കിൽ താരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മാത്രം മതി, ഫാൻസുകാർ മാത്രം കയറി കണ്ടാൽ മതിയാകും സിനിമ വിജയിച്ചു പോകാൻ. തമിഴിൽ നെൽസൺ ജയിലറിലൂടെ കാണിച്ചു തന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടും മലയാളത്തിൽ നിന്ന് മോഹൻലാലിനെയും കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാറിനെയും കാമിയോ റോളിൽ പിടിച്ചിട്ടു. കുറഞ്ഞ സമയം മാത്രമേ സ്ക്രീനിൽ ഇവർ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ അവരുടെ നാട്ടുകാർക്ക് ആഘോഷിക്കാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും നെൽസൺ ആ കുറഞ്ഞ സമയത്തിൽ തന്നെ നൽകിയിരുന്നു. ഇതിന്റെ ഫലമായി ജയിലർ എന്ന സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് കൂടെ കിട്ടി. അത് സിനിമയുടെ മൊത്തം കളക്ഷനിൽ കാണാനുമായി. ഇത്തരത്തിൽ വലിയ കൊമേഴ്ഷ്യൽ സിനിമകൾ മലയാളത്തിൽ ഒരു കീറാമുട്ടിയാണ്. ഇടയ്ക്ക് ആവേശം പോലെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും മാസ് ആക്ഷൻ ബിഗ് ടിക്കറ്റ് മൂവികൾക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗപ്പെടുത്താത്തത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. തമിഴിലും തെലുങ്കിലുമുള്ള കൊള്ളാവുന്ന മാസ് ആക്ഷൻ സിനിമകൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് ഇത്തരം സിനിമകൾ വളരെ ആവശ്യമാണ് താനും. മാസ് മസാല സിനിമകൾ നിലവിൽ അജയ് വാസുദേവ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പുള്ളിയുടെ സിനിമകളാണെങ്കിൽ ചില തമിഴ് തെലുങ്ക് സിനിമകളുടെ വികലമായ അനുകരണം പോലെയാണ് തോന്നാറുള്ളത്. മമ്മൂട്ടിയുടെ ഷൈലോക്ക് ഒക്കെ ഒരു അസഹനീയ പടമായിട്ട് കൂടി അത്യാവശ്യം കളക്ഷൻ കിട്ടിയിരുന്നു. അത് ഈ വിഭാഗത്തിലുള്ള സിനിമകൾ ഇവിടെ ചെലവാകുമെന്നതിന്റെ ഉദാഹരണമാണ്. അജയ് വാസുദേവിനും ഒരു പരിധിക്കപ്പുറം വലിയ സിനിമകൾ എടുക്കാനുള്ള കാലിബർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഷാജി കൈലാസിനാവട്ടെ ഇപ്പോൾ പഴയ പവറൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആ ഏരിയ ശൂന്യമായി കിടക്കുന്നു. പിന്നെയും ജോഷി ഇടയ്ക്കിടയ്ക്ക് ചില സിനിമകളുമായി വന്ന് ഞെട്ടിക്കാറുണ്ട്. പുതിയ സംവിധായകനായ ജിത്തു മാധവനൊക്കെ ഈ വിഭാഗത്തിൽ ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ആവേശം ആ രീതിയിൽ വർക്കായ ഒരു സിനിമയാണ്. അല്പം കൂടി വലിയ ഗ്രാഫിൽ കുറെ കൂടി ഹൈപ്പിൽ പടം വന്നിരുന്നെങ്കിൽ ഇന്ത്യ ഒട്ടുക്കും വിറ്റുപോകേണ്ട ഫ്ലേവർ ഉള്ള ഒരു സിനിമയായിരുന്നു ആവേശം. ജിത്തു അടുത്തതായി ചെയ്യാൻ പോകുന്നത് സൂര്യനായകനായ തമിഴ് പടമാണ്. ജിത്തുവിന്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഈ ചിത്രത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കൊച്ചു രാജമൗലിയോ പ്രശാന്ത് നീലോ ഒക്കെ ജിത്തു ആകുമോ എന്ന് നോക്കേണ്ടതുണ്ട്. ഹനീഫ് അദേനിയുടെ മാർക്കോയും ഇത്തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ച് നേടിയ സിനിമയാണ്. മാർക്കോ സീരീസിൽ തുടർന്നും സിനിമകൾ ഉണ്ടായാൽ മലയാളത്തിന് ഒരു വലിയ വിപണി തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർക്കോയുടെ കാര്യത്തിൽ ഉണ്ണി മുകുന്ദനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇനി അങ്ങോട്ടുള്ള സീക്വലുകൾ ഒരു അനിശ്ചിതത്വത്തിലാണ്. ഉണ്ണിക്കും മാർക്കോ വഴിയുള്ള റീച്ച് ഉപയോഗിച്ച് ഒരു വലിയ താരമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ കിടക്കുന്നത്. പൃഥ്വിരാജിന്റെ ഖലീഫ, ദുൽഖറിന്റെ ഐ ആം ഗെയിം എന്നീ സിനിമകൾ ഓണത്തിന് റിലീസുണ്ട്. പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടൊക്കെ ഖലീഫയ്ക്ക് നല്ല ഹൈപ്പ് കയറിയിട്ടുണ്ട്. ഇനി വൈശാഖ് ആ പഴയ പവർ കൂടി തിരിച്ചെടുത്താൽ ഖലീഫ നല്ല കളക്ഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. കേരളത്തിന്റെ പുറത്ത് ചിത്രത്തിന് വലിയ ബിസിനസ് നടക്കുമോ എന്ന് അറിയില്ല. പക്ഷേ മാർക്കറ്റിംഗിൽ പൃഥ്വിരാജ് ആളൊരു പുലിയാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ ബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി ചിത്രം ഒരു വൈഡ് റിലീസിന് ശ്രമിക്കുമെന്ന് കരുതാം. പ്രത്യേകിച്ചും ഹോംബാലയുമായുള്ള ബന്ധവും രാജമൗലിയുമായുള്ള ബന്ധവും ബോളിവുഡിലെ അത്യാവശ്യം പിടിപാടുമെല്ലാം പൃഥ്വിക്ക് ഈ വിഷയത്തിൽ ഗുണം ചെയ്യും. ദുൽഖറിന് തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലുമെല്ലാമുള്ള മാർക്കറ്റ് കൂടി കണക്കിലെടുത്താവണം ഐ ആം ഗെയിമിന്റെ റിലീസ്. പ്രത്യേകിച്ചും RDX എന്ന ചിത്രം വമ്പൻ വിജയമായതുകൊണ്ട് നഹാസ് ഹിദായത്തിലും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ചുരുക്കത്തിൽ മലയാളത്തിൽ കഴിവുള്ള സംവിധായകർക്ക് കുറവൊന്നുമില്ല. ബാഹുബലി പോലെ, KGF പോലെ ഒരു ഐക്കോണിക് മാസ് പടം നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.